ഹെരോദീസ് രാജാവിന്റെ ഭരണകാലത്താണ് യേശുവിന്റെ ജനനം. ആ കാലത്ത് നസ്രേത്ത് എന്ന ചെറിയ ഗ്രാമത്തിൽ ദമ്പതികളായിരുന്ന അന്നയുടെയും യോവാക്കിമിന്റെയും മകളായിരുന്നു മറിയം. അവൾ ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. മറിയം വിനീതയും നിർമ്മലയും ആയിരുന്നു. നസ്രത്തിലെ ഒരു ചെറിയ ഗ്രാമം. വീടുകളിൽ വിളക്കുകളുടെ മങ്ങിയ വെളിച്ചം, ഇരുട്ടിലേക്ക് വീണുവീശുന്ന തണുത്ത കാറ്റ്. പെട്ടെന്ന് ദൈവദൂതൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇത് കേട്ട് അവൾ ഭയന്നു. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേര് ഇടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വിവാഹത്തിനു മുൻപ് മറിയത്തെ ഗർഭിണിയായി കാണുകയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ജോസഫ് തീരുമാനിച്ചു. ജോസഫ് നിദ്രയിലായിരിക്കെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേരിടണം. സീസർ അഗസ്തസ് ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം എല്ലാ ജനങ്ങളും അവരുടെ സ്വദേശത്ത് പോയി പേര് രേഖപ്പെടുത്തണം. ഇതുപ്രകാരം ജോസഫ് മറിയത്തെയും കൂട്ടി ബത്ലഹേമിലേക്ക് യാത്ര തിരിച്ചു. ദീർഘയാത്രയ്ക്ക് ശേഷം ജോസഫും മറിയവും രാത്രി ബത്ലഹേമിലെത്തി. അവർ ക്ഷീണിതരായിരുന്നതിനാലും യേശുവിൻ്റെ ജനനത്തിൻ്റെ സമയം ആഗതമായിരുന്നതിനാലും വിശ്രമിക്കുന്നതിനായി ഒരു സത്രം തേടിയാലെന്ന്. എൻ്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമെടുത്തു. വിശ്രമിക്കാനായി ഒരിടം. നിങ്ങൾ മറ്റെവിടെയെങ്കിലും അന്വേഷിക്കുക. ദയവ് ചെയ്ത് ഇന്ന് രാത്രി ഇവിടെ തങ്ങുവാൻ ഞങ്ങളെ അനുവദിക്കാമോ? ഇവിടെയെങ്കിലും സ്ഥലമില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകും. എൻ്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമായി. ഞങ്ങൾക്കൊരിടം നൽകുമോ? നിങ്ങളിവിടെ പാർപ്പിക്കുവാൻ അത് അസാധ്യം. ആ തണുത്ത രാത്രിയിലൊടുവിൽ ഒരു ചെറിയ ഗോശാലയിൽ ഒരിടം അവർക്ക് ലഭിച്ചു. ലോകം ഉറങ്ങിക്കിടക്കുന്ന ശാന്തരാത്രിയിൽ മറിയം തന്റെ കടിഞ്ഞൂൽ പുത്രന് ജന്മം നൽകി. ജോസഫ് അവന് യേശു എന്ന് പേര് നൽകി. വയലുകളിൽ തങ്ങളുടെ ആടുകളെ മേയിച്ചിരുന്ന ഇടയന്മാർക്ക് സ്വർഗീയതയിലൂടെ ഒരു മഹത്തായ വാർത്ത അടുത്തുകൊണ്ടിരുന്നു. ഭയപ്പെടേണ്ട, ഇതാ എല്ലാ ജനതകൾക്കുമായുള്ള സന്തോഷ വാർത്ത ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പുൽക്കൂട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അതാകും നിങ്ങളുടെ അടയാളം. ഉടൻ മാലാഖവൃന്ദം അണിനിരന്ന് ഒന്നിച്ച് ആർത്തുപാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം.
യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്ന കിഴക്കുദേശത്തു നിന്ന് വന്നിരുന്ന ജ്ഞാനികൾ യേശുവിനെ വണങ്ങാൻ ആഗ്രഹിച്ചു. കിഴക്കുതിച്ച നക്ഷത്രം അവർക്ക് മുന്നേ നീങ്ങി. ആ നക്ഷത്രം അവരെ കാലിത്തൊഴുത്തിലേക്ക് നയിച്ചു. അവർ ഉണ്ണയെ കണ്ട് വണങ്ങി. പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ച സമർപ്പിച്ചു. അങ്ങനെ ആ ശാന്തരാത്രിയിൽ ഒരു ചെറിയ കാലിത്തൊഴുത്തിൽ ലോകത്തിൻ്റെ രക്ഷകൻ ജനിച്ചു. എല്ലാവർക്കും ഹൃദയപൂർവ്വം സന്തോഷവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസ് ആശംസിക്കുന്നു. അതോടൊപ്പം പുതുവത്സരത്തിലേക്കുള്ള ഓരോ ദിവസവും ദൈവകൃപയും സന്തോഷവും താങ്ങായി മാറട്ടെ എന്നാശംസിക്കുന്നു. നന്ദി.